നമസ്കാരം. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടേഴ്സ് എന്ന ഈ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടേഴ്സ്, അഡാപ്റ്റേഴ്സ്, പോളിഷിംഗ് ടെക്നിക്സ് ഓഫ് കണക്ടേഴ്സ്, കണക്റ്റിംഗ് പ്രൊസീജിയർ എന്നിവയാണ്. സ്പ്ലൈസിംഗ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ട് ഫൈബറുകൾ തമ്മിൽ മെഷീൻ ഉപയോഗിച്ച് പെർമനന്റായി ജോയിൻ ചെയ്യുന്നതിനാണ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ട് ഫൈബറുകൾ തമ്മിൽ ടെമ്പററി ആയി ജോയിൻ ചെയ്യുന്നതിന് കണക്ടേഴ്സ് ഉപയോഗിക്കുന്നു. സ്പ്ലൈസിങ്ങിനേക്കാൾ വേഗത്തിൽ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കുന്നു. ഇവിടെ നടക്കുന്നത് ഒരു മെക്കാനിക്കൽ കപ്ലിംഗ് ആണ്. രണ്ട് ഫൈബറുകളുടെയും കോറുകൾ തമ്മിൽ അലൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ലൈറ്റ് പ്രൊപ്പഗേഷൻ സാധ്യമാണ്. ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ പ്രിമിസസ് വയറിങ്ങിന് വേണ്ടിയും FTTH നെറ്റ്വർക്കിംഗ്, ഔട്ട്സൈഡ് പ്ലാന്റ് ആപ്ലിക്കേഷനിൽ എക്യുപ്മെന്റ്സും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനും കേബിളുകൾ തമ്മിൽ ക്രോസ് കണക്ട് ചെയ്യുന്നതിനും കണക്ടേഴ്സ് ഉപയോഗിക്കുന്നു. ലോ ഇൻസേർഷൻ ലോസ്, ലോ എമൗണ്ട് ഓഫ് റിഫ്ലക്ഷൻ അറ്റ് ദ ഇന്റർഫറൻസ്, ഈസ് ഓഫ് ഇൻസ്റ്റലേഷൻ, ലോ കോസ്റ്റ്, റിലയബിലിറ്റി, ലോ എൻവയോൺമെന്റൽ സെൻസിറ്റിവിറ്റി, ഈസ് ഓഫ് യൂസ് എന്നിവ കണക്ടേഴ്സിന്റെ മേന്മകളാണ്. 8 മൈക്രോമീറ്റർ മുതൽ 10 മൈക്രോമീറ്റർ വരെ ഡയമീറ്ററുള്ള സിംഗിൾ മോഡ് ഫൈബർ കോറിൽ ഉണ്ടാകുന്ന 1 മൈക്രോമീറ്റർ പൊടിപടലങ്ങൾ പോലും വലിയ സിഗ്നൽ ലോസിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ആശയവിനിമയം തടസ്സപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടേഴ്സ് പോളിഷിംഗ് ഓർ ക്ലീനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടറിന്റെ വിവിധ ഭാഗങ്ങൾ വിശദമായി പരിശോധിക്കാം. ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഫെറൂൾ, കണക്ടർ ബോഡി, കപ്ലിംഗ് ഡിവൈസ്, ബൂട്ട്, ക്യാപ്പ് എന്നിവയാണ് ഒരു കണക്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഫെറൂൾ സിറാമിക് അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച 2.5 mm ഡയമീറ്ററുള്ള നീളമുള്ള ഹോളോ സിലിണ്ടറാണ് ഫെറൂൾ. ഫെറൂളിന് ചുറ്റും SC കണക്ടർ നിർമ്മിച്ചിരിക്കുന്നു. ഇത് മിനുസമാർന്ന പ്രതലമാണ്. ഫെറൂൾ ഫൈബർ അലൈൻമെന്റ് മെക്കാനിസമായി പ്രവർത്തിക്കുന്നു. കണക്ടർ ബോഡി ഓർ കണക്ടർ ഹൗസിംഗ്, അഡാപ്റ്ററിലേക്ക് സ്നാപ്പ് ചെയ്യുന്നതിനും കണക്ടർ സ്ഥാനത്ത് നിലനിർത്തുന്നതിനുമുള്ള സംവിധാനം കണക്ടർ ഹൗസിംഗ് നൽകുന്നു. കപ്ലിംഗ് ഡിവൈസ് കണക്ടർ ബോഡിയുടെ ഒരു ഭാഗമാണ് കപ്ലിംഗ് ഡിവൈസ്. മറ്റൊരു ഡിവൈസുമായി കണക്ട് ചെയ്യുമ്പോൾ കണക്ടർ യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. നെക്സ്റ്റ്, ക്രിംബ് ഐലറ്റ്. ഫൈബർ കേബിളും സ്ട്രെങ്ത് മെമ്പറായ അരമിഡിയാൻ ഓർ കെവലാർ മെറ്റീരിയലും ക്രിംബ് ഐലറ്റ് ഉപയോഗിച്ച് കണക്ടർ സബ് അസംബ്ലി ബോഡിയിലേക്ക് ക്രിംപ് ചെയ്യുന്നു. നെക്സ്റ്റ്, ബൂട്ട്. ബൂട്ട് എക്സ്റ്റേണൽ ഡാമേജിൽ നിന്നും കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കൂടാതെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് ഫ്ലെക്സിബിലിറ്റിയും നൽകുന്നു. ക്യാപ്പ് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് കണക്ടേഴ്സ്: ബൈകോണിക്, D4, S-കോൺ, FC, FTDI, LC, SC, ST എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന കണക്ടറുകൾ. ഫസ്റ്റ് വൺ, ബൈകോണിക് കണക്ടർ. ഈ കണക്ടറിന് നാരോ എൻഡ് ആയതുകൊണ്ട് ഇൻസേർഷൻ ലോസ് വളരെ കുറവാണ്. നെക്സ്റ്റ്, D4 കണക്ടർ. D4 കണക്ടർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. മെറ്റാലിക് ഫെറൂൾ ഉള്ളതുകൊണ്ട് ഇവ കൂടുതൽ കാലം നിലനിൽക്കുന്നു. നെക്സ്റ്റ്, S-കോൺ കണക്ടർ. എൻ്റർപ്രൈസ് സിസ്റ്റം കണക്ഷൻ കണക്ടേഴ്സ്. ഈ കണക്ടറിന് പ്ലാസ്റ്റിക് ബോഡിയാണുള്ളത്. ഇവ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽസ് കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, FC കണക്ടർ ഓർ ഫെറൂൾ കണക്ടർ. ഇവ സിംഗിൾ മോഡ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ ഉപയോഗിക്കുന്നു. വീഡിയോ സിഗ്നൽ
ഫൈബർ ട്രാൻസ്മിഷൻ എക്യുപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും FC കണക്ടർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് FDDI കണക്ടർ, ഫൈബർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ഇൻ്റർഫേസ്. ഇത് ഡ്യൂപ്ലെക്സ് കണക്ടറാണ്. ഇവ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് LC കണക്ടർ, ലൂസൻഡ് കണക്ടർ ഓർ ലിറ്റിൽ കണക്ടർ. ഇവ സിംഗിൾ മോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. സിംപ്ലക്സ് മോഡിലും ഡ്യൂപ്ലെക്സ് മോഡിലും ലഭ്യമാണ്. LC കണക്ടറിന് സ്മോൾ ഫോം ഫാക്ടർ ആണ് ഉള്ളത്. സ്മോൾ ഫോം ഫാക്ടർ റെഫേഴ്സ് ടു കോമ്പാക്ട് ഫോം. നെക്സ്റ്റ് SC കണക്ടർ, സബ്സ്ക്രൈബർ കണക്ടർ. സിംഗിൾ മോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. സിംപ്ലക്സ് മോഡിലും ഡ്യൂപ്ലെക്സ് മോഡിലും ലഭ്യമാണ്. ഹൈ ഡെൻസിറ്റി ആപ്ലിക്കേഷന് അനുയോജ്യമാണ്. നെക്സ്റ്റ് ST കണക്ടർ ഓർ സ്ട്രെയിറ്റ് ടിപ്പ് കണക്ടർ. ഇവ മൾട്ടിമോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഈ കണക്ടറിന് ട്വിസ്റ്റ് ലോക്കിംഗ് മെക്കാനിസമാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കണക്ടറുകൾ കമ്പയർ ചെയ്യാം. SC കണക്ടർ, ഇവയ്ക്ക് റെക്റ്റാങ്കുലർ ഷേപ്പാണുള്ളത്. പുഷ് പുൾ ലോക്കിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഈ കണക്ടറിൻ്റെ ഫെറൂളിന് 2.5 mm ഡയമീറ്റർ ആണുള്ളത്. ഇവ കൂടുതലായും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ്, വൈഡ് ഏരിയ നെറ്റ്വർക്കിങ്ങിൽ ഉപയോഗിക്കുന്നു. ഇവ സാധാരണയായി സിംഗിൾ മോഡ് ഫൈബറിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് LC കണക്ടർ, ഇവയ്ക്ക് റെക്റ്റാങ്കുലർ ഷേപ്പാണുള്ളത്. ഈ കണക്ടറിന് SC കണക്ടറിൻ്റെ ഹാഫ് സൈസാണുള്ളത്. പുഷ് പുൾ ലോക്കിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഈ കണക്ടറിൻ്റെ ഫെറൂളിന് 1.25 mm ഡയമീറ്റർ ആണുള്ളത്. ഇവ കൂടുതലായി സിംഗിൾ മോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ST കണക്ടർ, ഇവയ്ക്ക് സിലിണ്ടറിക്കൽ ഷേപ്പാണുള്ളത്. ട്വിസ്റ്റ് ലോക്കിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഈ കണക്ടറിൻ്റെ ഫെറൂളിന് 2.5 mm ഡയമീറ്റർ ആണുള്ളത്. ഇവ കൂടുതലായി മൾട്ടിമോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് FC കണക്ടർ, ഇവയ്ക്ക് സിലിണ്ടറിക്കൽ ഷേപ്പാണുള്ളത്. ഇവയുടെ ഫെറൂളിന് 2.5 mm ഡയമീറ്റർ ആണുള്ളത്. ഇവ കൂടുതലായി സിംഗിൾ മോഡ് ഫൈബറിൽ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ SC, LC എന്നീ കണക്ടറുകൾ സിംപ്ലക്സ് മോഡിലും ഡ്യൂപ്ലെക്സ് മോഡിലും കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് അഡാപ്റ്റർ, രണ്ട് കണക്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് അഡാപ്റ്റർ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ LC, SC, FC, ST എന്നീ അഡാപ്റ്ററുകൾ കാണിച്ചിരിക്കുന്നു. പ്രാക്ടിക്കൽ സെഷനിലോട്ട് പോകാം. നമ്മൾ വിവിധതരം കണക്ടേഴ്സിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ കണക്ടേഴ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ, കണക്ടറും അഡാപ്റ്ററും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ലാബിൽ അവൈലബിൾ ആയിട്ടുള്ളതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുമായ വിവിധ കണക്ടറുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് SC കണക്ടർ എന്ന് പറയും. SC അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കണക്ടർ. ഇതിന് റെക്റ്റാങ്കുലർ ഷേപ്പാണുള്ളത്. ഈ കണക്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് ഡസ്റ്റ് ക്യാപ്പാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും കണക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡസ്റ്റ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഫെറൂളാണ്. ഇതിനെ കണക്ടർ ഹൗസിംഗ് അല്ലെങ്കിൽ കണക്ടർ ബോഡി എന്ന് പറയും. ഈ കണക്ടറിൻ്റെ ഫെറൂളിന് 2.5 mm ഡയമീറ്റർ ആണ് ഉള്ളത്. ഇത് സാധാരണയായി യൂസ് ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിങ്ങിലുമാണ്. ഇത് LC കണക്ടർ എന്ന് പറയും. ഇതിനും റെക്റ്റാങ്കുലർ ഷേപ്പാണുള്ളത്. പക്ഷേ SC കണക്ടറിൻ്റെ ഹാഫ് സൈസാണ് ഇതിനുള്ളത്. ഇത് ഡസ്റ്റ് ക്യാപ്പാണ്. ഇതിൻ്റെ ഫെറൂൾ സൈസ്
SC കണക്ടറിന് 2.5 mm ഡയമീറ്റർ ആണെങ്കിൽ LC കണക്ടറിന് 1.25 mm മാത്രമാണ് ഫെറൂൾ ഡയമീറ്റർ. ഇത് കണക്ടർ ബോഡി ഓർ കണക്ടർ കേസിംഗ് ആണ്. ഈ മെക്കാനിസം ഇതിന് പുഷ് പുൾ ലോക്കിംഗ് മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് FC ഫെറൂൾ കണക്ടർ അല്ലെങ്കിൽ ഫെറൂൾ കണക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈബർ കണക്ടർ എന്നും ഇതിന് പറയാറുണ്ട്. ഇത് ഡസ്റ്റ് ക്യാപ്പാണ്, ഇത് ഫെറൂളാണ്. ഈ ഫെറൂളിന് ഡയമീറ്റർ 2.5 mm ആണ്. കണക്ടർ ഹൗസിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട SC കണക്ടറും LC കണക്ടറും പ്ലാസ്റ്റിക് ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിന് മെറ്റാലിക് ബോഡിയാണ് ഹൗസിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ അഡാപ്റ്റേഴ്സ് ആണ്. രണ്ട് കണക്റ്റേഴ്സിനിടയിൽ ഇൻ്റർഫേസ് ആയിട്ടാണ് അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. ഓരോ കണക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡാപ്റ്റർ ലഭ്യമാണ്. SC കണക്ടർ SC അഡാപ്റ്റർ യൂസ് ചെയ്യും, LC കണക്ടറിന് LC അഡാപ്റ്റർ, അതുപോലെ FC കണക്ടറിന് FC അഡാപ്റ്റർ. നമ്മൾ സാധാരണ ഈ കണക്ടർ യൂസ് ചെയ്യുന്നത് ഫൈബർ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഫൈബർ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ രണ്ട് ഫൈബറുകൾക്കും ഇടയിലായി, രണ്ട് ഫൈബർ കണക്ടറുകൾക്കിടയിലായി ഇൻ്റർഫേസായി അഡാപ്റ്റർ ഉപയോഗിക്കുന്നു. നമുക്കിനി എങ്ങനെ ഒരു കണക്ടറും അഡാപ്റ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് SC അഡാപ്റ്ററാണ്. അഡാപ്റ്ററിൻ്റെ രണ്ട് സൈഡിലുമായി ഡസ്റ്റ് ക്യാപ്പ് കാണുന്നു. നമ്മൾ ഡസ്റ്റ് ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം SC കണക്ടർ ഇതുമായി കണക്ട് ചെയ്യുന്നു. ഈ അഡാപ്റ്ററിൻ്റെ ഈ എൻഡിലും നമുക്ക് SC കണക്ടർ കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് LC കണക്ടറും LC അഡാപ്റ്ററുമാണ്. നമ്മൾ അഡാപ്റ്ററിൻ്റെ ഡസ്റ്റ് ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം LC കണക്ടർ കണക്ട് ചെയ്യുന്നു. ഇതിന് പുഷ് പുൾ ലോക്കിംഗ് മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് FC അല്ലെങ്കിൽ ഫെറൂൾ കണക്ടറാണ്. ഇത് ഫെറൂൾ അഡാപ്റ്ററാണ്. ഫെറൂൾ അഡാപ്റ്ററുമായി ഫെറൂൾ കണക്ടർ കണക്ട് ചെയ്യുന്നു. കണക്റ്റിംഗ് പ്രൊസീജിയർ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പ്രിപ്പയറിംഗ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടർ. ആവശ്യമായ മെറ്റീരിയൽസ്: ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ക്ലീവർ, ടിഷ്യൂ പേപ്പർ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഫൈബർ സ്ട്രിപ്പർ, മാർക്കർ പെൻ, സ്കെയിൽ, പാർട്സ് ഓഫ് കണക്ടർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എടുക്കുക. അതിൻ്റെ ഒരു എൻഡിൽ നിന്നും റൂളറും മാർക്കർ പെന്നും ഉപയോഗിച്ച് 40 mm ലെങ്ത് മാർക്ക് ചെയ്യുക. കേബിൾ സ്ട്രിപ്പറിൻ്റെ ലാർജ് സ്ലോട്ട് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത 40 mm ലെങ്തിൽ കേബിൾ ജാക്കറ്റ് സ്ട്രിപ്പ് ചെയ്യുക. ബഫർ കോട്ടിങ്ങിൽ 22 mm ലെങ്ത് മാർക്ക് ചെയ്യുക. ഫൈബർ സ്ട്രിപ്പറിൻ്റെ മീഡിയം സ്ലോട്ട് ഉപയോഗിച്ച് ഫൈബർ കോട്ടിംഗ് 18 mm സ്ട്രിപ്പ് ചെയ്യുക. ഫൈബർ സ്ട്രിപ്പറിൻ്റെ ലിറ്റിൽ സ്ലോട്ട് ഉപയോഗിച്ച് ക്ലാഡിംഗ് റിമൂവ് ചെയ്യുക. ടിഷ്യൂ പേപ്പറും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും ഉപയോഗിച്ച് ഫൈബർ ക്ലീൻ ചെയ്യുക. ഫൈബർ ക്ലീവറിൽ ഇൻസേർട്ട് ചെയ്യുക. 13 mm ലെങ്തിൽ ഫൈബർ കട്ട് ചെയ്യുക. കണക്ടറിൻ്റെ ഫൈബർ ഗൈഡിൽ ഫൈബർ കേബിൾ ഇൻസേർട്ട് ചെയ്യുക. കണക്ടർ ഹോൾഡർ ഫോർവേഡ് ആയി പുഷ് ചെയ്തുകൊണ്ട് ഫൈബർ ഫിക്സ് ചെയ്യുക. സിസർ ഉപയോഗിച്ച് അരമിഡിയാൻ ഓർ കെവിലാർ മെറ്റീരിയൽ 1 cm ലെങ്തിൽ കട്ട് ചെയ്യുക. കണക്ടർ കവർ ക്ലോസ് ചെയ്യുക. സ്ക്രൂ ക്യാപ്പ് ഇൻസേർട്ട് ചെയ്യുക. കണക്ടർ ഷെൽ ഇൻസേർട്ട് ചെയ്യുക.
ഇപ്പോൾ കണക്ടർ കേബിൾ എൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഒരു വീഡിയോ ശ്രദ്ധിക്കാം. Insert the screw cap into the optical cable. Mark the length of 40 mm on the optical cable. With the larger hole of the stipper, strip 40 mm of jacket section. Mark the point of 22 mm length on the 0.9 mm buffer coating. Strip 18 mm of buffer coating. To remove the buffer coating, use the medium hole of the stripper. Remove the cladding with the little hole of the stripper. Clean the fiber using a soft cloth and isopropyl alcohol. Insert the fiber cable into the cleaver. This is the right position. Cut off the fiber at the length of 13 mm. Insert the optical cable into the fiber guide of the connector. When it's checked the bending of the cable, as above, stop inserting, and push the connector holder forward to end, and fix the fiber. Cut the aramid fibers to 1 cm. Close the cover of the connector. Insert the screw cap. Insert the connector shell. And the work is done. Next, polishing techniques of connectors. കണക്ടറൈസേഷൻ പ്രക്രിയയിലെ അവസാനത്തേതും നിർണായകവുമായ ഘട്ടമാണ് ഫൈബർ പോളിഷിംഗ്. കാരണം ഫൈബർ കോറിൽ ഉണ്ടാകുന്ന ചെറിയ ഇംപ്യൂരിറ്റീസ് പോലും വലിയ സിഗ്നൽ ലോസിന് കാരണമാകാറുണ്ട്. വീഡിയോ ശ്രദ്ധിക്കുക. Most connectors are polished in a series of 3 steps, starting with a rough grit of polishing film and moving to a finer grit. First, a polish with a coarse polishing film, around 12-15 micron grit, to grind the cleaved fiber down near the ferrule end face. Second, polish with a fine polishing film, usually 3 micron grit. Third, a final polish with finer film, around 1 micron, or less. Multimode fiber is easier to polish than single-mode fiber. Multimode fiber has a large core size, and the connectors don't have the rigorous return loss requirements of single-mode connectors. Clean the back of the polishing paper with isopropyl alcohol. Foreign material can cause scratches on the ferrule. Clean the polishing puck too. The polishing puck hold the connector in the right position while you polish. The dirty on the back of the puck prevents the ferrule from protruding through the holder at the proper distance. A wrong distance means incorrect polishing.
Take the 15-micron polishing film. Holding the connector in one hand, gently move the polishing film in circles over the tip of the ferrule. 20 seconds is enough. This first step smooths the sharp edges on the fiber glass and reduce the risk of breaking the fiber during the polishing procedure. You can check the polishing process by gently touching the end of the ferrule with a finger. If you can barely feel the fiber, it's okay. Be careful. Excessive polishing could cause the end face of the fiber to fall below the tip of the ferrule, or could break the fiber. Wipe the end of the connector with a cloth and isopropyl alcohol. Clean a connector before and after each step. Place the 3-micron lapping film, glossy side down, on a flat surface, usually a rubber pad or a glass pad. To help the polishing of the fiber, you may place 2 drops of distilled water on the pad, then, using the polishing tool, spread the water. Place the connector into the polishing puck. Place the polishing puck on the polishing film. Grip the connector with your thumb and forefinger, while gently resting them on the puck. Move the puck in a figure 8 pattern, approximately 5 cm in height. Start with extremely light pressure, to avoid damaging the fiber. The speed of the figure 8 should be between 1 and 2 per second. After completing 5 figure 8, increase pressure. When the puck begins to slide more easily, and the connector stops to scratching the paper, you know it's flush. Remove the connector, and clean it with isopropyl alcohol. Repeat the operation with the 1-micron polishing film. Complete 6 to 8 figure 8. Then remove the connector from the polishing puck, and clean it with isopropyl alcohol. You are now ready to inspect the termination. What is a good connector? A good connector is one that tests as a low-loss connector, and with a good reflectance. But a good connector is simply one that looks good. Scratch-free, smooth end face, fiber in the center of the ferrule. If a connector looks good, it's almost sure it will have low loss and good reflectance. To check it, you need a good microscope. At the end of the inspection, cover the connector with the dust cap. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയൊരു ടോപ്പിക്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.